ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വിജീഷ് ഫാമിലി. അപ്പം നമ്മൾ ദാണ്ടെ മാവെല്ലാം ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയ്ക്കായിരുന്നു മാവ് ആട്ടി വെച്ചിരുന്നത്. പിന്നെ ദാണ്ടെ അരിയൊക്കെ വേവാറായിട്ടുണ്ട്. കാരണം രാവിലെ അച്ഛനാണ് നമുക്ക് ചായ ഇട്ട് വെക്കാറ്. കാരണം രാവിലെ അച്ഛൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പാല് മേടിക്കാനായിട്ട് നടന്നു പോകാറാണ് പതിവ്. അപ്പോൾ രാവിലെ അച്ഛൻ പോയി പാല് മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് എല്ലാവർക്കും അച്ഛൻ ചായ ഇട്ട് വെച്ചു. കാരണം അച്ഛന് രാവിലെ ചായ കുടിക്കണം. ആ ചായ ആയതുകൊണ്ട് ബുദ്ധിമുട്ടിക്കത്തില്ല. കാരണം അച്ഛനതൊരു ശീലമായി. രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് കുടിക്കുന്നൊരു ശീലമായതുകൊണ്ട് അച്ഛൻ രാവിലെ ചായ ഇട്ട് കുടിച്ച് ഞങ്ങൾക്കും ഇട്ട് വെച്ചേക്കും. അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ രാവിലെ അരിയിടി അടുപ്പിലിടും. അപ്പോൾ പിന്നെ നമുക്ക് ആ 2 ജോലി രാവിലെ എന്തോരം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ദാണ്ടെ തുണിയെല്ലാം കഴുകിയിട്ടിട്ട് വന്ന് നമ്മൾ ദോശയായിരുന്നു. ദോശയും പിന്നെ വെള്ള ചമ്മന്തി ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടിയായിരുന്നു നമ്മൾ രാവിലെ കഴിക്കാനായിട്ട്. അത് രണ്ടും കൂടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ തലേന്ന് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബീഫിൻ്റെ കുറച്ച് ബാലൻസ് കൂടി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചമ്മന്തി അതുകൂടി ആകുമ്പം പിന്നെ അത് മതിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങ് ആയായിരുന്നു. പിന്നെന്താ, പിന്നിന്ന് ചേട്ടന് ജോലിക്ക് പോകണമായിരുന്നു. വേദയും ശ്രീമോളും എല്ലാവരും കാരണം അതാ ഞാൻ ഇടയ്ക്ക് വെളിയിലോട്ട് നോക്കുന്നത്. വെളിയിൽ നിന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഈ സൈഡിലെല്ലാം നമ്മൾ കല്ലടുക്കി വെച്ചിട്ടുണ്ട്, അതിരിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അവൾ അവിടെ പോയിട്ട് താഴോട്ട് എത്തി നോക്കും. അത്യാവശ്യം അവൾ വീണ് കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ ഒടിയാവുന്ന രീതിയിൽ നല്ല താഴ്ചയുണ്ട്. പിന്നെ ദാണ്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ദോശയും ചട്നിയും പിന്നെ ഞാൻ കുറച്ച് കറി ഉണ്ടായിരുന്നല്ലോ, അതുകൂടിയൊക്കെ ചൂടാക്കി വെച്ച് രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ ഞാനും അമ്മയും ശ്രീമോളും വേറെ എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കാപ്പിയെല്ലാം കൂട്ടിച്ചതിന് ശേഷം നല്ല വെയിലല്ലയോ, നമ്മൾ ഈ നിൽക്കുന്ന സൈഡിൽ അത്യാവശ്യം വെയിൽ വരുന്ന ടൈമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെയിൽ വരുന്നതിന് മുമ്പ് നമ്മളത് ഒഴിച്ചില്ലെങ്കിൽ പിന്നെ ചെടിയൊക്കെ വാടി നിൽക്കും. അതുകൊണ്ട് വെയിൽ ആ ഭാഗത്തോട്ട് അടിക്കുന്നതിന് മുമ്പ് ഞാൻ വെള്ളമെല്ലാം ചെടിക്കെല്ലാം ഒഴിച്ചിട്ട് വേദയെ കുളിപ്പിക്കണം. അപ്പോഴത്തേക്ക് ദാണ്ടെ വേദ നമ്മൾ ഈ പൈപ്പ് കുറേ ഭാഗത്ത് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും. അതിനകത്തോട്ട് കൊണ്ടേ വെള്ളം പിടിച്ച് കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവളെ കുടിപ്പിച്ചില്ലെങ്കിൽ ഇവൾക്ക് പിന്നെ പനിയാവും. അതിനുശേഷം ദാണ്ടെ ഞാനും ശ്രീമോളും അച്ഛനും കൂടി വയലിലോട്ടാണ് പോയത്. നമ്മൾ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ചേച്ചിക്ക് ചേമ്പും പിന്നെന്താ കാച്ചിലും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന പാടെ തന്നെ അച്ഛൻ കൊണ്ട് ചേമ്പിൻ്റെ ഭാഗത്തോട്ടാണ് പോയത്. ചേമ്പ് നട്ടേക്കുന്നിടത്തോട്ട് പോയി ചേമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ഈ എല്ലാ മൂലയും നമ്മൾ മണ്ണ് കിളച്ച് മാറ്റിയാലേ ഇത് നമുക്ക് തട്ടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഇളകി വരില്ല. കാരണം ഉറച്ച മണ്ണല്ലയോ, അപ്പോൾ ഇത് ഇളകി വരാനായിട്ട് പാടാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അതെല്ലാം നല്ല എല്ലായിടത്തുനിന്നും മണ്ണിളക്കിയിട്ട് തട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കൊണ്ട് ശ്രീമോള് പോയിട്ട് അതെല്ലാം കവറിനകത്താക്കി. പിന്നെ ഇളകി വരാത്ത ഭാഗമൊക്കെ തന്നെ അച്ഛൻ കൊണ്ട് കൈ കൊണ്ട് തട്ടിയിട്ട് അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അച്ഛൻ നട്ടതാണ്. കാരണം ഇവിടെ കുറേ അച്ഛൻ നട്ടിട്ടുണ്ട്. ചീനി, വാഴ, ചേമ്പ്, ചേന, കാച്ചിൽ, പിന്നെ നനക്കിഴങ്ങ്. ഇതെല്ലാം അച്ഛൻ ഒറ്റയ്ക്ക് നടുന്നതാണ്. കാരണം വേറെ ആരും ഹെൽപ്പിനോ ഒന്നും ചെല്ലത്തില്ല. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് അച്ഛൻ്റെ രാവിലത്തെ ഈ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ അച്ഛൻ വയലിലോട്ടാണ് പോകുന്നത്. നല്ല വെയിലാകുന്ന വരെ അച്ഛനെ കൊണ്ടാവുന്ന എല്ലാം അച്ഛൻ അവിടെ നിന്ന് ചെയ്ത്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കാറില്ല. ചീനി ആയാലും എന്താണ് കാർത്തികയ്ക്കൊക്കെ നമ്മൾ പുഴുങ്ങുന്ന എല്ലാം അച്ഛൻ ഇപ്പോഴും അച്ഛൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോഴും എല്ലാം കഴിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വെറുതെ ഇരിക്കാറേ ഇല്ല. അച്ഛനെ കൊണ്ടാവുന്ന എന്തൊക്കെ പണിയാണോ അതെല്ലാം അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒന്നോർത്താൽ നല്ലതാണ്, അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അച്ഛനാണെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം 10-72 വയസ്സായി. ഇപ്പോഴും അച്ഛൻ രാവിലെ ഇറങ്ങി അച്ഛനെ കൊണ്ടാവുന്ന രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അച്ഛനടുത്തുനിന്നൊരു വരുമാനവും കിട്ടാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും എപ്പോഴും പറയും നടക്കുന്ന സമയം വരെയും മക്കളെ ആണെങ്കിലും ആരെയാണെങ്കിലും ആശ്രയിക്കരുത്. നമുക്ക് നടന്ന് എന്തെങ്കിലും ചെയ്യുന്നവരെ ആരെ ആശ്രയിക്കരുതെന്ന്. അപ്പോഴത്തേക്കാണ് നമ്മളെ വേദ വന്ന് ത്രാസൊക്കെ നോക്കിയിട്ട് തൂക്കാൻ തുടങ്ങി. കാരണം ഒരു ഭാഗത്തിട്ടുണ്ട് മറ്റേ ഭാഗം താഴ്ന്നോന്നാണ് നോക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് മാത്രമാണ് ആളിടുന്നത്. പിന്നെ മനസ്സിലായി രണ്ടിടത്തും ഇട്ടാലേ അത് താന്നും പൊങ്ങിയൊക്കെ വരുത്തോളെന്ന്. പിന്നെ അതിനുശേഷം നമ്മൾ എൻ്റെ തലയിൽ അത്യാവശ്യം നല്ല താരനും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ട്. അപ്പം അത് ഒന്നിപ്പം ഒരു കുറച്ച് നാളായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് വരുന്നത് നമ്മൾ ഇങ്ങനെയുള്ളൊരു ടെക്നിക്കാണ്. നമ്മൾ ചെമ്പരത്തിയുടെ പൂവ്, അതിൻ്റെ ഇല,
പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ തലേന്ന് ഒരു 2-3 സ്പൂൺ ഉലുവ വെള്ളത്തിലിടും. അപ്പം ഉലുവ ഞാൻ സെപ്പറേറ്റ് അരയ്ക്കും. ബാക്കി ഈ ചെമ്പരത്തി ഇലയും ചെമ്പരത്തിപ്പൂവും പിന്നെന്താ നമ്മൾ ഈ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സിക്കകത്തിട്ട് നല്ലോണം നമ്മളത് നല്ല പേസ്റ്റ് ആവുന്ന വരെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു വെള്ള തുണിയിലോട്ട് കെട്ടി നല്ലോണം അത് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചാറ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് നല്ല തിക്കായിട്ട് കിട്ടും. കാരണം അതിനകത്ത് നമ്മൾ മുടിയിലൊന്നും പിന്നെ കഴുകി കളയുമ്പോൾ നമ്മൾ അത് കഴുകി കളയാനായിട്ടൊന്നും നിൽക്കണ്ട. കാരണം അതിൻ്റെ ചാറ് മാത്രമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് കണക്ക് തന്നെ നമ്മൾ ദാണ്ടെ ഈ ഉലുവയും ഞാൻ പറയാം 2-3 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നമ്മൾ അരച്ച് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉലുവ കാണും. അതും നമ്മൾ ദാണ്ടെ അത് കണക്കൊരു വെള്ള തുണിയിൽ തന്നെ ഇട്ട് നല്ലോണം ഇത് പിഴിഞ്ഞെടുക്കണം. കാരണം ഉലുവ നല്ല കട്ടയായിട്ടാണ് കിട്ടുന്നത് നമുക്ക്. പിന്നെ ഇത് രണ്ടും കൂടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഉലുവ ഇച്ചിരി പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ ഇത് നല്ല കട്ടിക്കല്ലേ ഇരിക്കുന്നത്. നമുക്ക് മറ്റേ വെള്ളം പോലെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അതാണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ല കേട്ടോ, മുടി കൊഴിച്ചിലായാലും താരൻ മാറാനാണെങ്കിലും ഒക്കെ. എനിക്ക് അത്യാവശ്യം ഇപ്പം നല്ല മുടി കൊഴിച്ചിലും എല്ലാം ഉണ്ട്. ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാലൻസാണ് കേട്ടോ അത്. അപ്പം പിന്നെ എനിക്ക് നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളതായി. അപ്പോഴും ഞാൻ ആ കുപ്പിക്കകത്ത് തന്നെ വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് തന്നെയാണ് എടുത്ത് വെച്ചത്. നമുക്ക് വളരെ വിഷമമുള്ള കാര്യം നമ്മൾ മുടി നമുക്ക് കിളിച്ചില്ലേലും പ്രശ്നമില്ല. പക്ഷെ പൊഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം മുടി പൊഴിച്ചിൽ. ഞാനതെല്ലാം ഒരു കുപ്പിക്കകത്ത് ഞാൻ മുമ്പേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുളിക്കുമ്പം തലയിലോട്ട് ഇടാനായിട്ട്. ഞാനത് തലയിലിട്ട് 1 മണിക്കൂറിന് ശേഷം പോയി കുളിച്ചതാണ്. അപ്പോൾ ദാണ്ടെ നല്ലോണം ഞാൻ ഒരു മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മളെ തലയിലെ താരൻ എന്തായാലും പോകും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്ന് ഇത്രയുള്ളതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റ, ബൈ ബൈ.